നമസ്കാരം. ട്രംപിനെതിരെ സൗദി അറേബ്യയുടെ തിട്ടൂരം. ഇനി ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കാനോ അന്താരാഷ്ട്ര ജലപാതകൾ തടസ്സപ്പെടുത്താനോ ഉള്ള ശ്രമം അനുവദിക്കാനാവില്ലെന്ന് കൂടി സൗദി അറേബ്യ തിട്ടൂരം പറയുന്നു. ട്രംപ് സത്യത്തിൽ വിരണ്ടു പോകുന്ന തിട്ടൂരമാണ് സൗദി അറേബ്യ ഏർപ്പെടുത്തിയത്. ഇനിയും ഏതെങ്കിലും തരത്തിൽ ആക്രമണങ്ങൾ തുടർന്നാൽ തിരിച്ചടിക്കാൻ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളുടെ തീരുമാനം. UAE, ഖത്തർ, കുവൈത്ത് എന്നീ രാജ്യങ്ങളുടെ കര കടൽ മേഖലകൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളെ സൗദി അറേബ്യ ശക്തമായിട്ട് അപലപിച്ചിരിക്കുന്നു. ഗൾഫ് മേഖലയുടെ സുരക്ഷയ്ക്കും സുസ്ഥിരതയ്ക്കും ഭീഷണിയാകുന്ന ഇത്തരം നടപടികൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഒരു ഔദ്യോഗിക പ്രസ്താവനയിലൂടെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സഹോദര ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുന്നതിനായിട്ട് സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും റിയാദ് സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ ആവർത്തിച്ചു കഴിഞ്ഞു. ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കാനോ അന്താരാഷ്ട്ര ജലപാതകൾ തടസ്സപ്പെടുത്തുവാനോ ഉള്ള ഏതൊരു ശ്രമവും അനുവദിക്കാനാവില്ല എന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാൻ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് സമുദ്രപാതകളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുമ്പോഴും ആഗോള സാമ്പത്തിക സുസ്ഥിരതയെയും കപ്പൽ ഗതാഗതത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ അത് അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് സൗദി അറേബ്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സൗദി അറേബ്യ പോലുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീണ്ടും ആക്രമണങ്ങൾ നടത്തുന്ന ഇറാനെതിരെ ശക്തമായിട്ടുള്ള തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. ബാക്കിയുള്ള സഹോദര രാജ്യങ്ങൾ കൂടി ചേർത്തുകൊണ്ട് അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകി യുദ്ധം ഇനി ഗൾഫ് മേഖലയിൽ നിന്നും ആരംഭിക്കുന്നതാണ്. ഇറാന്റെ ഇപ്പോഴത്തുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ട്രംപിനെതിരെ സൗദി അറേബ്യയുടെ തിട്ടൂരം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതായത് ട്രംപിന്റെ യുദ്ധം അല്ലെങ്കിൽ അമേരിക്ക ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ തലവേദനയാകുന്നുണ്ട്. അത്തരത്തിൽ തലവേദനയാകുന്ന തരത്തിലേക്ക് ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ട്രംപാണ്. ട്രംപിന് ഇത്രയും നാൾ നൽകിയിരിക്കുന്ന ചില അനുവാദങ്ങൾ, അതായത് വ്യോമതാവളങ്ങൾ അടക്കം നൽകുന്ന അനുവാദങ്ങൾ ചിലപ്പോൾ പിൻവലിക്കുന്ന ഒരു സാഹചര്യം സൗദി അറേബ്യ അടക്കം ഉണ്ടാക്കിയേക്കാം. അത്തരത്തിലുള്ള ഒരു തിട്ടൂരം ട്രംപ് നൽകിയിരിക്കുന്നു. ആ ഒരു തിട്ടൂരത്തിൽ ട്രംപ് വിരണ്ടു പോവുകയാണ്. കാരണം പല സ്ഥലങ്ങളിൽ ഇപ്പോ ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും കഴിഞ്ഞ ദിവസം ഇറ്റലി ആണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ വ്യോമതാവളങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതിന് ഒരിക്കലും അവർ അംഗീകാരം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പലരോടും ഇപ്പോൾ ബ്രിട്ടനോട് കൂടിയാണെങ്കിലും ഇറ്റലിയോട് കൂടിയാണെങ്കിലും ഫ്രാൻസിനോട് കൂടിയാണെങ്കിലും യുദ്ധം പ്രഖ്യാപിക്കുവാൻ തയ്യാറെടുപ്പ് നടത്തുന്ന ട്രംപിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ട്രംപിനെ ഇവിടെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയും സൗദി അറേബ്യ അടക്കവും ഒരു തിട്ടൂരം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒരു അവസാന വാക്ക് പറഞ്ഞിരിക്കുന്നു, ഇനി ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ് എന്ന്. ഇനി ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന്. മാത്രമല്ല, ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നുകൂടി ഒരു അടിയന്തര നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഗൾഫ് രാജ്യം.